പണം കൊടുക്കുന്നുണ്ടോ? ഇല്ല സാർ. പിന്നെന്തിനാ വന്നേ? സാർ അത് ഈ കുട്ടിയുണ്ടല്ലോ, ഇന്നാ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തത്. പഴയ അസിസ്റ്റൻ്റ് മെറ്റേണിറ്റി ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. അയ്യേ, ഞാനൊന്നും ചെയ്തിട്ടല്ല. അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പോലും എനിക്കറിയില്ല. അല്ല, അത് ഞാൻ പറയാൻ കാരണം, ആ പെൺകുട്ടി ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഇവനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാ, ഒരു 5000 രൂപ റെഡിയാക്കി കൊണ്ട് വന്നാൽ നിന്റെ ജോലി ഞാൻ തിരിച്ച് മേടിച്ചു തരാമെന്ന്. 2 വർഷമായിട്ട് ഞാനിത് പറയാം. ആള് നീതിമാനല്ലേ, ഒരു നടയ്ക്ക് പോവില്ല. സാറേ, ഈ നീതിമാന്റെ കയ്യിൽ ബദാംപാലിനുള്ള കാശ് പോലും ഇല്ല സാർ. സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാണല്ലോ സാർ. പിന്നെ എന്തിനാ കാശ്? എനിക്ക് വേണ്ടിയല്ല ഈ കാശ് ചോദിക്കുന്നത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. പോലീസുകാർക്ക് കൊടുക്കണം, ഓഡിറ്റർക്ക് കൊടുക്കണം, ഫുഡ് ഇൻസ്പെക്ടർക്ക്, എവിഡൻസ് റൂം ഇൻചാർജിന്, ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വല്ല നക്കാപ്പിച്ചാൻ കിട്ടിയാലായി. നിന്റെ കൂടെ അന്ന് പിടിക്കപ്പെട്ടവരൊക്കെ എനിക്ക് കാശ് തരുകയും ചെയ്തു, തിരിച്ച് ജോലിക്ക് കയറുകയും ചെയ്തു. നീ മാത്രം എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ല മനസ്സിലായോ? എന്ത് മനസ്സിലായി? കൈക്കൂലി വാങ്ങിച്ചെന്ന സംശയത്തിന്റെ പേരിൽ ഇവന്റെ ജോലി പോയി. ഇവന്റെ ജോലി തിരിച്ചു കിട്ടാൻ സാർ ഇപ്പൊ കൈക്കൂലി ചോദിക്കുന്നു. ഒറ്റ പൈസ കയ്യിലില്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ല. സാർ, എൻ്റെ ജോലിയുടെ എടാ, ഈ വർഷം ഉണ്ടല്ലോ 3 പ്രധാനമന്ത്രിമാരാ മാറി മാറി വന്നത്. അവരുടെ പണിക്ക് പോലും ഒരു ഉറപ്പില്ല. പിന്നെയാണ് നിന്റെ. നേരത്തെ നീ എന്തിനാ എന്നോട് കാശ് ചോദിച്ചത്? അതിന് മാത്രം ഇത്ര വലിയ അത്യാവശ്യം എന്താ നിനക്ക്? പറ. നാളെ നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ജേഴ്സി അവൻ ചോദിച്ചു. അതിനൊരു 500 രൂപ വേണം. അത് ഈ ജേഴ്സി എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കാരിടുന്ന ടീഷർട്ട് അല്ലേ? അത് പറയണ്ടേ? ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നെ പോലുള്ള ഫ്രണ്ട്സ് വേണമെന്ന് പറയുന്നത്. വണ്ടി എടുക്ക്, ജെട്ടിയിലോട്ട് പോവാം. 500 രൂപയ്ക്ക് എന്തിനാണ് കളയുന്നത്? 50 രൂപ കൊടുത്ത നല്ല ഫസ്റ്റ് ക്ലാസ് ജേഴ്സി കിട്ടും. ഒറിജിനലിനേക്കാൾ ഒറിജിനൽ സാധനമുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ പോലും കണ്ടുപിടിക്കില്ല. നീ വണ്ടിയെടു. വണ്ടി നിറങ്ങണം. എടാ, ഇനി ഇങ്ങനത്തെ ഐഡിയ വല്ലതും പറഞ്ഞോണ്ടല്ലോ, അവൻ്റെ ഈ പ്രായത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ അവനെ ചതിക്കില്ല. ശരി, വേറൊരു ഐഡിയ ഉണ്ട്. നീ വണ്ടിയെടു. പോകുന്ന വഴിക്ക് പറയടാ, നീ വണ്ടിയെടു. നല്ല ഐഡിയ, നീ വണ്ടിയെടു. പോടാ. എടാ, വേഗം ഒന്ന് ചോദിക്കും. പോയിട്ട് എനിക്ക് പണിയുള്ളതാ. ആടാ, എനിക്ക് കുറച്ച് പണം വേണോടാ. 1 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരാം. എത്രയാ? 500. അത്രേ ഉള്ളൂ? അത് ചോദിക്കാനത് എത്ര മടി? നാളെ നന്ദുവിൻ്റെ ബർത്ത്ഡേയാ. അതിന് കാരണം ഞാൻ ചോദിച്ചോ? ഇതിനൊക്കെ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, അത്രയും കാശ് എൻ്റെ അടുത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്ന് സൗമ്യയിൽ നിന്ന് വാങ്ങിച്ചോ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അത് വേണ്ട, കഴിഞ്ഞ തവണ അവൾ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ വീട്ടേക്ക്. നമ്മളെ പറ്റി അറിയാത്തതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞേ. അതൊന്നും കാര്യമാക്കണ്ട. നീ പോയി വാങ്ങിച്ചോ, ഞാൻ വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ വന്ന് നിന്നോട് വാങ്ങിച്ചോളാം. ഇന്ന് രാത്രി എനിക്ക് ക്യാമ്പിൽ പോകാനുള്ളതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മറ്റന്നാൾ ഒന്ന് വാങ്ങിച്ചോ. അപ്പൊ കുഴപ്പമില്ല. അതൊന്നും ശരിയാവില്ല. നീ ഇപ്പൊ തന്നെ വിളിച്ചോളാം, ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. നീ ക്യാമ്പിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ വന്നൊന്ന് കാണാം. ഓക്കെ, ശരി, ബൈ. അവളെ പോയി കാണണോടാ. വീട്ടിൽ കയറി സൗമ്യയോട് കാശ് ചോദിക്കാനുള്ള ധൈര്യം ആർക്കടാ ഉള്ളേ? എന്നടാ എല്ലാരും കൂടെ എന്നെ നോക്കുന്നേ? ഞാൻ പോകില്ല കേട്ടോ. നീ തന്നെ പോയി ചോദിക്കടാ. എന്തിനാടാ എല്ലാരോട് ചേർന്ന് എനിക്കിട്ട് പണിയുന്നേ? അവക്ക് എന്തിനാ സൗമ്യ എന്ന് പേര് വെച്ചെന്ന് എനിക്കറിയില്ല. സകല കാര്യത്തിന് കണക്ക് പറഞ്ഞ് വഴക്ക് കൂടും. എടാ, കഴിഞ്ഞ തവണത്തെ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? സെയിം ഇതേപോലെ. അനിൽ അന്നും വീട്ടിലുണ്ടായിരുന്നില്ല. നമ്മളിവിടെ വന്ന് ഒരുപോലെ ആയിരിക്കും. ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കേ. ശരി, ഞാൻ തന്നെ ചോദിക്കാം. പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇന്നെന്തായാലും അവള് നല്ല മൂഡില്ലാന്നാ തോന്നുന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ കാശ് കൊണ്ട് തരുമായിരിക്കും. അല്ലടാ? പിന്നല്ല, പറ്റിക്കും. മധുരമുണ്ടോ? ഓ, ഞാൻ ചോദിച്ചാൽ മാത്രം നിങ്ങളുടെ പൈസ തരാനില്ല. എന്നാ നിങ്ങളുടെ ഫ്രണ്ട്സിന് തിന്നാനും കുടിക്കാനും കൊടുക്കാൻ എപ്പോഴും നിങ്ങളുടെ ഈ കാശുണ്ടാവും. എവിടെയോണ്ട് വെച്ചിരിക്കുന്ന എവിടെയെങ്കിലും കാണാനില്ല.
അവൻ ഇപ്പൊ തന്നെ 10,000 രൂപ നമുക്ക് തരാനുള്ളത്. ആ രാജേഷ് ആണെങ്കിൽ 5,500 രൂപയും. പണം വാങ്ങിച്ചിട്ട് യാതൊരു എളുപ്പമില്ല അവന്. ഇവിടെ എന്താ പണം കഴിക്കുന്ന മരം വല്ലതും ഉണ്ടോ? ചോദിക്കുമ്പോ വാരിക്കോരി കൊടുക്കാനായിട്ട്. ബാങ്കിലെടുത്ത തവണ അടയ്ക്കാനുള്ള സമയമായിരുന്നു മറക്കണ്ട. അവന്മാര് കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെ. ഞാനെന്തിനാ അവനെയൊക്കെ പേടിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞാൽ ഞാൻ അവന്മാരെ ഓടിച്ചേ. എന്നിട്ട് ഒരു നാണം ഇല്ലാതെ പിന്നെയും കയറി വന്നിരിക്കുക. ആ കാശലമാരിയിലുണ്ട്. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അയ്യായിരം രൂപയല്ലേ കൊടുക്കാനുള്ളേ? 5,500 എങ്ങനെയാ? എടാ, എന്റെ കല്യാണത്തിന് തന്ന 500 രൂപയും കൂടെ അവള് കൂട്ടിക്കാണോ? ശരി, എല്ലാരും അവരവരുടെ കയ്യിലുള്ള ഇങ്ങടുത്ത്. നിന്റെ എല്ലാ വിഷമങ്ങളും മാറാനുള്ള വക ഇതിനകത്ത് തൊണ്ടളിയാ. ക്വാർട്ടർ റമ്മും 1/2 പാക്കറ്റ് സേർട്ടും വാങ്ങിക്കാം. 2 വിട്ടിട്ട് കിടന്നുറങ്ങിക്കും. പിടിക്കടാ. ഇവിടെ ആയിരുന്നതാ. വൈകുന്നേരം മുതൽ നിന്നെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. മഹാഭാഗ്യാണല്ലോ നിന്നെ തേടി വന്നിരിക്കുന്നത്. ആദ്യം ഇന്ന് രാവിലെ ഞാൻ ബദാമണ്ണി ഇപ്പൊ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. കാര്യം എന്താന്ന് പറ. ഹൈദരാബാദ് ക്ലബ് വേഴ്സസ് ന്യൂസിലാൻഡ് ചാരിറ്റി മാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? എടാ, നമ്മൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴല്ലേ നിന്നോട് പറഞ്ഞത് ഹൈദരാബാദ് ക്ലബ് ടീമിൽ ഒരു ബാറ്റ്സ്മാന്റെ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചു. എന്തു സംസാരിച്ചു? ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയൂ. ചാരിറ്റി മാച്ച് ആയതുകൊണ്ട് മാത്രം അവർ സമ്മതിച്ചത്. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. സാർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. യു ആർ പ്ലേയിങ് ടുമോറോ. ആ മാച്ച് കാണാൻ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും വരും. നിന്റെ കളി അവർ ഒരു തവണയെങ്കിലും കാണുവാണെങ്കിൽ എനിക്ക് ഒരു സംശയമില്ല, അസിസ്റ്റന്റ് കോച്ചിന്റെ ജോലി നിനക്ക് കിട്ടിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പണി ഹാപ്പി ആയിട്ട് സാർ, ചെയ്യാം. ഒരു മിനിറ്റ് സാർ. എനിക്ക് സാറിനോട് നല്ല ബഹുമാനമുണ്ട്. എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഹേയ്, അപ്പൊ നീ കളിക്കില്ലെന്നാണോ? അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വന്നിരിക്കില്ല. പിന്നെ പിന്നെ നിർബന്ധിക്കേണ്ട സാർ, എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കടാ. നിനക്ക് പറ്റിയ പണി ഇതാ. ഞാനൊക്കെ ഇത്രയും പ്രായമായിട്ട് അസിസ്റ്റന്റ് കോച്ചിന്റെ പോസ്റ്റ് തന്നെ ഒതുങ്ങിക്കൂടുക. പക്ഷെ നിനക്കുള്ളൊരു റേഞ്ച് വെച്ച് ക്ലബിന്റെ മെയിൻ കോച്ച് ആവാനുള്ള ചാൻസ് വരെ ഉണ്ട്. സാറ് പറയുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. നീങ്ങി വന്നേ, വാടാ. വാ പറയാം. എന്താണ് എന്താ പറയുള്ളേ? ഇപ്പൊ എനിക്കൊരു ഐഡിയ തോന്നുന്നു. മൂർത്തി സാറിന്റെ ഉറപ്പായിട്ട് കാശുണ്ടാവും. നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഒന്നും ശരിയാവില്ല. എന്താ ചോദിച്ചാ? എന്തായാലും നമ്മൾ നേരത്തെ സൗമ്യയോട് ചോദിച്ച് നാണം കെട്ട പോലെ ആവില്ല. ചോദിക്കുമ്പോൾ ഒരു 600 ചോദിക്കേ. 600 എന്തിനാ? 100 ഞങ്ങൾക്കാ. രാവിലെ വിട്ട് എന്റെ പുറകെ നടക്കില്ല ഞങ്ങള്. നാളത്തെ ആ മാച്ച് കളിക്കാൻ നിന്നേക്കാൾ യോഗ്യതയുള്ള മറ്റാരും ഇവിടെ ഇല്ല. മറ്റുള്ളവരെല്ലാവരും നാളെ കളിക്കാനിറങ്ങുന്നത് അവർക്ക് കിട്ടുന്ന 1000 രൂപ ഓർത്ത് മാത്രമാണ്. അല്ലാതെ ഗെയിമിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരുത്തനെയും കാണാൻ കിട്ടില്ല. മൂർത്തി സാറേ, ഇവ സമ്മതിച്ചു. സമ്മതിച്ചോ? ആ സമ്മതിച്ചു. ആ സമ്മതിച്ചു. അത് ശരി. ഞാൻ പറഞ്ഞപ്പോ നിന്റെ തലേ കയറിയില്ല. ഈ അലവലാതി പറഞ്ഞപ്പോ സമ്മതിച്ചു അല്ലേ? സാരല്ല. സാർ അതല്ല സാർ. നീ വീട്ടിൽ പോയി കിറ്റ് എടുത്തോണ്ട് ഗ്രൗണ്ടിലേക്ക് വാ. സാർ ഞാനും ഡ്രസ് മാറ്റിട്ട് ഇപ്പൊ തന്നെ വന്നേക്കാം. നമുക്ക് 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഈ മാച്ച് എന്തായാലും ദൂരദർശനിലൊന്നും വരില്ല. പോയൊരു സ്ക്വയർ കിട്ടും, ഒരു കവർ ഡ്രൈവ് അടിക്ക്. 1000 രൂപ മേടിച്ചോണ്ടെങ്കിൽ പോരെ. അതിൽ 500 നിനക്കും 500 ഞങ്ങൾക്കും. എന്നാ പോയാലോ? ആ ശരി, നീ വേഗം വരാൻ നോക്ക്. ഞങ്ങൾ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാം. പോടാ. വാടാ. 500 കിട്ടുമായിരിക്കും അല്ലേ? അച്ഛാ, ഞാനും അമ്മ ഇവിടെയുള്ളത് അച്ഛാ. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ? ആന്റിയെ വിളിക്കാൻ ഞങ്ങള് വന്നതാ.